വെൽക്കം ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു, മിസ്സേ പാർട്ട് 2 വേണം. ആ ചെയ്ത വൊക്കാബിന്റെ വീഡിയോയുടെ അടിയിൽ ഒരു 30ഓളം കമന്റ്സ് ചറവറാന്നുണ്ട് പാർട്ട് 2 വേണമെന്ന്. അപ്പൊ പാർട്ട് 2 ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് പാർട്ട് 1 ഞാൻ നല്ലോണം എന്താ പറയാ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്തു. പക്ഷെ പാർട്ട് 2 നമ്മൾ അതൊക്കെ ചെയ്ത് വരാൻ ലേറ്റ് ആവുന്നുള്ളത് കൊണ്ടും പരീക്ഷകൾ അടുത്ത വെക്കേഷൻ ടൈമാണ്, ഫ്രീ ടൈം കിട്ടുമ്പോൾ കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടും ഇത് ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാന്ന് വിചാരിച്ച് ചെയ്യാണ്. സോ റൂട്ട് വേർഡ്സ് വെച്ച് നമ്മൾ വൊക്കാബ് പഠിക്കുന്നതിന് പാർട്ട് 2 ആണ്. സോ ഫുൾ കാണണേ. ഫസ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. PHIL, പിൽ അല്ലെ? ഈ വേർഡ് എന്തായിരിക്കും ഉദ്ദേശിക്കുക? ലവ്, ഇഷ്ടം, എന്തിനോടെങ്കിലുമുള്ള ഒരു ഇഷ്ടമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതൊരു പോസിറ്റീവ് വേർഡ് ആണ്. ആൻഡ് ഇതിനുള്ളിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ കുറച്ച് നിങ്ങൾക്ക് സ്ലൈഡ് ചെറുതാക്കി കാണിച്ചു തരാം, സോ ദാറ്റ് യു ക്യാൻ സീ ഇറ്റ് പ്രോപ്പർലി. See, bibliophile, philologist, philanthropist, philosopher, philodendron. അപ്പൊ ഇതിലെല്ലാം നമുക്ക് ആരെ കാണാൻ പറ്റും? ലവ്സ്, ലവർ, ലവ്സ്, ലവ് ആൻഡ് ലവ്. കണ്ടോ, എല്ലായിടത്തും ലവ് 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 എന്ന് നിറഞ്ഞു നിൽപ്പുണ്ട്. വിച്ച് മീൻസ് ദിസ് പെർട്ടിക്കുലർ റൂട്ട് വേർഡ് മീൻസ് ലവ്, സ്നേഹം, പോസിറ്റീവ് ആയിട്ടുള്ള വേർഡാണ്. സോ ഈ ഒരാൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ സാധിക്കണം, നമുക്ക് ഈ ഒരു വേർഡിനകത്ത് സ്നേഹമുണ്ട്. ഈ വേർഡ് പോസിറ്റിവിറ്റി കാണിക്കുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഉദ്ദേശിക്കുന്നത്. സോ അത് വെച്ച് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ വേർഡ് നോക്കാം. രണ്ടാമത്തെ വേർഡ് എന്ന് പറയുന്നത് again it's a very simple. ഫാക്ടറി അല്ലെ? ഫാക്ടറി എന്നൊരു വേർഡ് ഉണ്ട്, മാനുഫാക്ചേർഡ് എന്നൊരു വേർഡ് ഉണ്ട്, ആർട്ടിഫാക്ട് എന്നൊരു വേർഡ് ഉണ്ട്. എനിക്കൊന്ന് കുറച്ചും കൂടി ഇത് വലുതാക്കാം അല്ലെ. ഇത് കാണാൻ പറ്റുന്നുണ്ടാവോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ ഫാക്ടറി, മാനുഫാക്ചേർഡ്, ആർട്ടിഫാക്ട്, ഫാക്ടർ, ബെനിഫാക്ടർ, സ്റ്റുപ്ഫാക്ഷൻ, പെട്രിഫാക്ഷൻ, മെൽഫാക്ടർ, ഫാക്ട്. എല്ലായിടത്തും FACT എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. What do you mean by FACT? Made or done എന്നൊക്കെ നമുക്ക് പറഞ്ഞൂടെ. See, place where something is made, a place where something is made to manufacture usually means something that is in large scale അല്ലെ. Something that is made by human, maker, who does good for others, does something, made അല്ലെങ്കിൽ does എന്നൊരു മീനിങ് ആണ് ഈ ഫാക്ടറി വരുന്നത്. Something that made you completely surprised, a superpower that makes people turn into stones by just gazing at them, someone that does evil to human, done enough. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഈ പറഞ്ഞ വാക്കുകളെല്ലാം FACT എന്നൊരാളുണ്ട്. ആൻഡ് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോസിറ്റീവ് ആയിട്ട് എടുക്കാം, നമുക്ക് ന്യൂട്രൽ ആയിട്ട് കിടക്കാം, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് പറയാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഇതിന്റെ മീനിങ് എഴുതാം. ജസ്റ്റ് സിംപ്ലി ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു റൂട്ട് വേർഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫാക്ട് എന്ന റൂട്ട് വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മെയ്ഡ്, ഡസ്, ഡൺ, ഇതൊക്കെയാണ് ഈ ഒരു റൂട്ട് വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന ആൾക്കാരെ കണ്ടല്ലോ. അപ്പൊ FACT എന്ന റൂട്ട് വേർഡ് നിങ്ങളൊരു വാക്കിനകത്ത് കാണുകയാണ്, നിങ്ങൾക്ക് ആ വൊക്കാബ് അറിയില്ല, പക്ഷെ FACT എന്നൊരു 4 ആൾക്കാർ അതിനകത്തുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. മെയ്ഡ്, ഡൺ, ഡസ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു മീനിങ് വരുന്ന ഒരാളാണത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മീനിങ് പെട്ടെന്ന് തന്നെ, ഇപ്പൊ സെന്റൻസിനകത്ത് വരുന്ന വേർഡ് ആണെങ്കിൽ സെന്റൻസിന്റെ മീനിങ്ങിന്റെ കൂടെ ഈ ഒരു റൂട്ട് വേർഡിന്റെ മീനിങ് കൂടെ അറിയുമ്പോൾ അതിന് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മേർജ് ചെയ്ത് മലയാളത്തിൽ മീനിങ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി തന്നിരിക്കുന്ന ഈ ഒരു വാക്കിന് സിമിലർ മീനിങ് ഉള്ള ഒരു വാക്ക്, അപ്പൊ തന്നിരിക്കുന്ന സിനണിംസ് എല്ലാം തന്നെ വേർഡിൽ നിങ്ങൾക്ക് FACT ഉണ്ട്. വേർഡിന്റെ ഫുൾ മീനിങ് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ മെയ്ഡ്, ഡൺ, ഡസ് ഇത് ഏതോ ഒന്നാണ് അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാം. താഴെ നിന്ന് സിനണിംസ് നോക്കുക, അതിൽ സിനണിംസിൽ ഏതെങ്കിലും ഇങ്ങനെ ഒരു സാധനത്തെ എടുത്തു കാണിക്കുന്നതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ, ഓക്കെ ഇതാണ് ഇതിന്റെ സിനണിം. സോ നമുക്ക് അറിയാത്ത കണ്ടീഷനുകളിൽ ഈ റൂട്ട് വേർഡ് നമ്മളെ സഹായിക്കുന്നു എന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി അടുത്ത് നോക്കാം. ഫിഡ്, അതായത് ട്രസ്റ്റ്. ഞാനത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എനിക്ക് വളരെ നല്ലതാണ്, നമുക്ക് എക്സാമിന് ഉപയോഗമുണ്ടെന്ന് തോന്നുന്നതൊക്കെ എടുത്തതാണ് കേട്ടോ. ഫിഡ് അല്ലെങ്കിൽ ട്രസ്റ്റ്, ഫെയ്ത്ത് എന്നാണ്. ഫിഡിലിറ്റി കണ്ടോ, ഇൻഫിഡിലിറ്റി, പെർഫിഡി, കോൺഫിഡന്റ്, ഡിഫിഡന്റ്, ബോൺഫീഡ്, മാൽഫൈഡ്, കോൺഫിഡന്റ്, കോൺഫൈഡ് കണ്ടോ. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ FIDE എന്നുണ്ട്. സൈഡിൽ നൗൺ, അഡ്ജക്റ്റീവ് എന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വാക്കുകളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക, ട്രസ്റ്റ്, ഫെയ്ത്ത് എന്നാണ് FID എന്ന റൂട്ട് വേർഡിന്റെ മീനിങ്. അത് വെച്ച് നിരവധി വാക്കുകളുണ്ട്. ഈ വാക്കുകളെല്ലാം തന്നെ ട്രസ്റ്റ് അല്ലെങ്കിൽ ഫെയ്ത്ത് എന്നൊരു മീനിങ് ഉൾക്കൊള്ളുന്ന വാക്കുകളായിരിക്കും. സോ അങ്ങനെ നമുക്ക് ഈ ഒരു 3 അക്ഷരങ്ങൾ വെച്ച് പല വാക്കുകളും, നമുക്ക് അറിയാത്ത പല വാക്കുകളുടെയും മീനിങ് വളരെ പെട്ടെന്ന് ഗസ് ചെയ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്തയാളെ നോക്കിയാലോ. 100 എന്ന് കൊടുത്തിട്ടുണ്ട് മീനിങ്. 100 എന്ന് ഏറ്റവും ടോപ്പില് ഞാൻ 100 എന്ന് മീനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നും എന്താ 100 എന്ന് മിസ് ഉദ്ദേശിച്ചത്? വാട്ട് ഇസ് 100? സി റൂട്ട് വേർഡ് നോക്കിയ സെഞ്ചുറി,
പെർസെന്റ്, സെന്റിനേറിയൻ, സെൻട്രിഫ്യൂഗൽ, സെന്റിമീറ്റർ, സെൻട്രോയിഡ്സ്. അപ്പൊ എല്ലാത്തിലും CENT തന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ എനി പീരീഡ് ഓഫ് 100 years, one part in every 100, a person who is 100 or more years old, moving away from a center point, measure of length, the center of mass of the geometric object of uniform density. അപ്പൊ എല്ലാത്തിലും 100 അതായത് 100 എന്നൊരു മീനിങ് കൊടുക്കുന്ന ആളാണ് ഈ CENT എന്ന് പറയുന്ന റൂട്ട് വേർഡ്. അപ്പോൾ അടുത്ത റൂട്ട് വേർഡ് ഏതാണ്? CENT. 100 എന്നാണ് ഇതിന്റെ മീനിങ്. സോ ഇത് വരുന്ന ഏതൊരു വാക്കിനകത്തും നിങ്ങൾക്ക് 100 എന്ന ഒരാളുടെ യൂസേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മീനിങ് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ആളെ നോക്കാം. ഇതുപോലെ എന്താണ് അടുത്ത ആൾ പറയുന്നത് നോക്കാം. സ്ട്രെങ്ത് അല്ലെ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് മീനിങ് തന്നിട്ടുണ്ട്. ആരാണ് നമ്മുടെ വേർഡ്? FORT. ഇതാണ് നമ്മുടെ റൂട്ട് വേർഡ്. FORT. Fortress, effort, fortified, fortity, pie-force, fortune. കണ്ടോ എന്താ ഇതിന്റെ മീനിങ്? strong work forth, to make strong, a chance occurrence, any coin struck on an unusually thick planchette as trial piece or essay, luck. അപ്പൊ എല്ലാത്തിലും സ്ട്രോങ് അല്ലെങ്കിൽ ഗുഡ് പോസിറ്റീവ് ആയിട്ടൊരു വാക്കാണിത്. സ്ട്രോങ് എന്നും അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആക്കുക എന്നും അല്ലെങ്കിൽ ഒരു ഒക്കറൻസിന്റെ കാര്യം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ലക്കിന്റെ കാര്യമൊക്കെ പറയുന്ന സ്ട്രോങ് ലക്ക് ഒക്കെയാണ് നമ്മൾ ഫോർച്യൂൺ എന്ന് പറയുന്നത് അല്ലെ. ഒരു സ്ട്രോങ് ആയിട്ടൊരു കാര്യം നമ്മുടെ ലൈഫ് നടക്കണം, നമ്മൾ നോക്കി ഇറ്റ്സ് ലക്ക്. അപ്പൊ എപ്പോഴും നിങ്ങൾ വിചാരിക്കുക ഈ ഫോർട്ട് എന്ന വാക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റൂട്ട് വേർഡ് ആണ്. സ്ട്രോങ് എന്നൊരു മീനിങ് ഉണ്ട്, ലക്ക് എന്നൊരു മീനിങ് അതിന്റെ കൂടെ യോജിച്ച് വരുന്നുണ്ട്, ഒക്കറൻസ് എന്നൊരു മീനിങ് അതിനോട് യോജിച്ച് വരുന്നുണ്ട്. സോ ഇത് വെച്ച് നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? വൊക്കാബ് കളക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ആളെ നോക്കിയാലോ. അടുത്ത ആളെ നോക്കാം. ടു ലുക്ക് എന്നാണ് മീനിങ് കൊടുത്തേക്കുന്നത്. എന്താണ് ടു ലുക്ക്? അപ്പൊ എന്തായിരിക്കും? സ്പെക്ട് എന്നതാണ് നമ്മുടെ റൂട്ട് വേർഡ്. റൂട്ട് വേർഡ് സ്പെക്ട്. ഇൻസ്പെക്ഷൻ, സ്പെക്ടേറ്റർ, സ്പെക്ടാക്കുലർ, സ്പെക്ടക്കിൾ, സ്പെക്ടക്കിൾ. സ്പെക്ടക്കിൾസ് എന്നുണ്ട്, സ്പെക്ടക്കിൾ എന്നുണ്ട്. അപ്പൊ സ്പെക്ടക്കിളിന്റെ അർത്ഥം എന്താണ്? സംതിങ് വിച്ച് ഇസ് സീൻ സച്ച് ആസ് പബ്ലിക് ഇവന്റ് ഓർ ഷോ ആണ് സ്പെക്ടക്കിൾ. അതേസമയം സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസസ് ആണ് നമുക്ക് നന്നായി കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാത്തിലും ഈ സീ അല്ലെങ്കിൽ ലുക്ക് എന്നുള്ളൊരു മീനിങ് അതിൽ വരുന്നുണ്ട് കണ്ടോ. ലുക്ക്, സീ, സീയിങ്, സീൻ. അപ്പൊ ഇങ്ങനെ ഒരു അർത്ഥം വരുന്ന ആളാണ് ആര്? സ്പെക്ട്. അപ്പൊ സ്പെക്ട് എന്ന റൂട്ട് വേർഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, കാണുക, നോക്കുക, ഇങ്ങനെ ഒരു മീനിങ് ആ വേർഡിന് ഉണ്ട്. അപ്പൊ തന്നിരിക്കുന്ന വൊക്കാബിനകത്തുള്ള മീനിങ്ങിലും എന്തുണ്ടാവും? ഈ ഒരു മീനിങ്ങിന്റെ യൂസേജ് ഉറപ്പായിട്ടും ഉണ്ടാവും. അടുത്ത ആളെ നമുക്ക് അടുത്ത പാർട്ട് നോക്കാം അല്ലെ. ഞാൻ ആക്ച്വലി ഈ ഒരു പാർട്ട് കഴിഞ്ഞിട്ട് അടുത്തൊരു വേർഡ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു കുന്നോളം തരേണ്ട ആവശ്യമില്ല അല്ലെ, ഒരു മലയോളം തരേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം. ഇപ്പൊ ഡോക്ടർ നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പോലും ഒരുപാട് മെഡിസിൻ ഒറ്റയടി കഴിക്കാൻ പറയില്ല. നമ്മളോട് ഒരു നേരം ഒരു ഗുളിക വെച്ച് കഴിച്ചാൽ മതി, പക്ഷെ കൃത്യമായിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അതുപോലെ ഒരുപാട് റൂട്ട് വേർഡ്സ് ഞാൻ തന്നാൽ ചിലപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് നിങ്ങളൊക്കെ പോകും. സോ ആവശ്യത്തിനധികം 5 or 6 റൂട്ട് വേർഡ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ, ചെറിയ വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ പറ്റുന്ന എല്ലാവരും എന്ത് ചെയ്യുക? ഈ വീഡിയോക്ക് താഴെ വന്നിട്ട് നിങ്ങൾക്ക് അടുത്തൊരു പാർട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പാർട്ട് 3 വേണമെന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ രസകരമായിട്ട് പാർട്ട് 3 ചെയ്തിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് വാക്കുകൾ ഒരുമിച്ച് നിങ്ങളുടെ തലയിലേക്ക് കയറ്റാതെ കുറച്ചായിട്ട് നമുക്ക് ഒത്തിരി വാക്കുകൾ പഠിക്കാം. പക്ഷെ പഠിക്കുന്ന വാക്കുകളൊക്കെ നന്നായി പഠിച്ച് ഓർത്തെടുത്ത് എക്സാം പാസ്സാവും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.